ഹലോ, ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം, സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വലിയ MBA ഡിഗ്രീൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ട്രേഡിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം ട്രേഡിംഗ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞൊരു പണിയല്ല. ദാറ്റ് ഈസ് മെൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കാണ് ട്രേഡിങ് കൂടുതൽ അനുയോജ്യം. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ഡെലിവറിയിലൂടെയാണ്. അതായത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് വാങ്ങി കുറച്ചു കാലം ഹോൾഡ് ചെയ്ത് വെച്ച് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. പെട്ടെന്ന് പൈസ ഉണ്ടാക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ കയ്യിലെ പൈസ വെച്ചുകൊണ്ട് നല്ലൊരു വെൽത്ത് നമുക്ക് ഭാവിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എങ്ങനെ സെലക്ട് ചെയ്യും? അവിടെയാണ് നമ്മൾക്ക് കോമൺ സെൻസ് വേണ്ടത്. ഞാൻ ഒരു വീഡിയോ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട മെയിൻ ഫാക്ടർ ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, റിട്ടേൺ ഓവർ ഇക്വിറ്റി. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഫാക്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ ദ മോട്ടിവേഷൻ ടു ക്രിയേറ്റ് എ ലോട്ട് മോർ ഗുഡ് കണ്ടന്റ് വീഡിയോസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ROE ചെക്ക് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് എന്താണ്? കടം അല്ലേ? കടം എടുക്കാത്തവർ ആരുണ്ട്? ഇന്ന് എല്ലാവരും ഹോം ലോണ്, കാർ ലോണ് ഇതൊക്കെ എടുത്തിട്ടാണ് വീടും കാറും ഒക്കെ വാങ്ങുന്നത്. എന്തിന്? നമ്മുടെ പല കൺസ്യൂമർ പ്രോഡക്ട്സും നമ്മൾ EMIയിലൂടെയാണ് വാങ്ങുന്നത് അല്ലേ? എന്താണ് EMIയുടെ ഫുൾ ഫോം? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓക്കെ, അപ്പം ഈ കടം എടുക്കുന്നത് നല്ലതാണോ മോശമാണോ? നല്ലതുമല്ല, മോശമല്ല. അതായത് ഇപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈല് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കടമെടുക്കാം. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ കടമെടുക്കുന്നതിന്? കാരണം എല്ലാ മനുഷ്യരുടെ അടുത്തും പെട്ടെന്ന് എടുക്കാൻ കാശുണ്ടാവണമെന്നില്ല എപ്പോഴും അല്ലേ? അപ്പം നമ്മുടെ ചില ആഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കടമെടുക്കേണ്ടി വരും. അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ കമ്പനീസിനും കടമെടുക്കാം. കാരണം ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പണം വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞതാണ്. കമ്പനിക്ക് ആ കടബാധ്യതകൾ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവിടെ സിറ്റുവേഷൻ വേഴ്സ് ആവുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ഒരു കമ്പനി കടം എടുത്തിട്ടുണ്ടോ, അവർക്ക് കടമൊക്കെ തിരിച്ചു വീട്ടാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡെറ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, കറണ്ട് റേഷ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് കൺഫ്യൂസ്ഡ് ആക്കണമെന്നില്ല. ഒരു ബിഗിനറിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കുക. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു 90% സ്റ്റോക്സിലും നമുക്ക് ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയാൽ തന്നെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താണ് ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ? നമ്മൾക്ക് എന്താ അറിയേണ്ടത്? കമ്പനിക്ക് അവരുടെ ബാധ്യതകൾ, അതായത് ലയബിലിറ്റീസ് തിരിച്ചടക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളൊരു കമ്പനീൻ്റെ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാശ് അവരുടെ അടുത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ് അവരുടെ അടുത്തുള്ളത്. അപ്പം കമ്പനീൻ്റെ ബാധ്യതകൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റീനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ കമ്പനി കുറച്ച് റിസ്ക്കിലാണ് അല്ലേ? ശരിക്കും എന്താ വേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റീനെക്കാട്ടിയും കുറവായിരിക്കണം കമ്പനീൻ്റെ ബാധ്യതകൾ. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കമ്പനീൻ്റെ ബാധ്യതകൾ ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ കൂടുതലായിരിക്കണം, ലയബിലിറ്റീസ് കുറവായിരിക്കണം. നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ഹൈ റിസ്കിലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ബാധ്യതകൾ ഒരുപാടുള്ള കമ്പനിയാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി വെച്ച് പോലും ആ കമ്പനിക്ക് കടബാധ്യതകളൊന്നും വീട്ടാൻ പറ്റില്ല. അത്രയും സർപ്ലസ് ലയബിലിറ്റീസാണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ എത്രയായിരിക്കണം ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ ഒരു ഐഡിയൽ വാല്യൂ? മാത്സ് അറിയുന്നവർക്ക് മനസ്സിലാക്കി കൂടെ? ഫ്രാക്ഷനാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? ലയബിലിറ്റീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പം കമ്പനി റിസ്കിലാണ്. സോ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു 3 കമ്പനീസ് ABC എന്ന് പറഞ്ഞിട്ട് 3 കമ്പനീസ് നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെറ്റ് ഈക്വൽ ടു 0, അവർക്ക് കടബാധ്യതകളേ ഇല്ല. B എന്നുള്ള കമ്പനീൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1, ഒരു 0.35 നമുക്ക് കൺസിഡർ ചെയ്യാം. C എന്നുള്ള കമ്പനീൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഗ്രേറ്റർ ദാൻ 1, അതായത് 1.5 സംതിങ്. നമ്മൾ ഏത് സെലക്ട് ചെയ്യും? ഫസ്റ്റ് പോയിട്ട് സീനെ ഡിസ്കാർഡ് ചെയ്യുക. കാരണം സി വളരെ റിസ്ക് ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് സി ഒരിക്കലും പോയിട്ട് അതിനെ ടച്ച് ചെയ്യരുത്. എ ഓർ ബി ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം.
അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ഡെറ്റ് ഫ്രീ കമ്പനിയാണ് അല്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഇൻഫോസിസ്. ഹൈ പെർഫോമിംഗ് കമ്പനിയാണ്, ഒരു കടബാധ്യതകളും ഇല്ല, നല്ലൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാവർക്കും അറിയുന്ന ഒരു 2 കമ്പനീസാണ് റിലയൻസും ടൈറ്റാനും. നല്ല ഹൈ പെർഫോമിംഗ് കമ്പനീസാണ്, പേരുകേട്ട കമ്പനീസാണ്. അവരുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും <1 ആയിരിക്കും. കടം ഉണ്ടെന്ന് വെച്ചാൽ കമ്പനി പോയി ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ വാല്യൂ നോക്കിയതിന് ശേഷം പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല ആ ഒരു കമ്പനീൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടി നിങ്ങൾ നോക്കണം. അതായത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനി കൂടുതൽ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കമ്പനീസ് അപ്പോൾ തന്നെ ഡിസ്കാർഡ് ചെയ്യുക. കുറഞ്ഞാണ് വരുന്നതെങ്കിൽ കടബാധ്യതകളൊക്കെ കുറയാണ്, അപ്പോൾ കമ്പനി നല്ലതാണ്. ഇതൊക്കെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. ഇവിടെ നമുക്ക് വലിയ ഡിഗ്രിയൊക്കെ വേണോ? പിന്നെ ഒരു കാര്യം, ബാങ്കിങ് കമ്പനീസ് അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇതിൻ്റെ ഒന്നും ഡെറ്റ് പൊസിഷൻ മനസ്സിലാക്കൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെച്ചിട്ടുള്ള. അതല്ലാത്ത മറ്റ് സ്റ്റോക്സിനൊക്കെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഡെറ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ROE, റിട്ടേൺ ഓഫ് ഇക്വിറ്റി. നെക്സ്റ്റ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ വരുന്ന വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.